ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റായിട്ട് അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് താരിഫിനെ കുറിച്ച് അദ്ദേഹം ഒന്നും വേണ്ടിയിട്ടില്ല, സ്റ്റഡി ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കാനഡ, മെക്സിക്കോ എന്നീ കൺട്രികളിൽ മേൽ നിന്ന് വരുന്ന എക്സ്പോർട്ടുകൾ 25% അഡീഷണൽ ഡ്യൂട്ടി ഫെബ്രുവരി 1 മുതൽ ഏർപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് അമേരിക്ക എക്സിറ്റ് അടിക്കുകയാണ്. ഒപ്പം ടിക്ടോക്കിന് 75 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു അമേരിക്കൻ ബയറെ, അതായത് മെജോറിറ്റി സ്റ്റേക്ക് അമേരിക്കൻ കമ്പനി ഹോൾഡ് ചെയ്യുന്നൊരു ബയറെ കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ വിൻഡ് ഫാമുകൾക്ക് ഗവൺമെൻറ് ലാൻഡ് കൊടുക്കുന്ന കാര്യം, റെൻ്റൽ ബേസിസിൽ കൊടുക്കുന്ന കാര്യം അദ്ദേഹം നിർത്തലാക്കിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് മേജറായിട്ട് ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ. അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസൊക്കെ വന്നേക്കാം. H1B വിസ സംബന്ധിച്ച ഡിസിഷനൊക്കെ വന്നേക്കാം. അത് അടുത്ത 100 ദിവസത്തിനുള്ളിലാണ് 1 by 1 ആയിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പൊതുവേ ഈ അനൗൺസ്മെൻറ്റിന് ശേഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ അമേരിക്ക പിന്മാറുന്ന, അമേരിക്കയുടെ ഡ്രഗ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മെഡിസിൻസൊക്കെ 30% ഷോർട്ടേജിലാണ് പല മെഡിസിൻസൊക്കെ റൺ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലത്തെ ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സൺഫാർമ, അതുപോലെ തന്നെ അരബിന്ദോ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, ടോറൻ ഫാർമ, സിപ്ല, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ പൊതുവെ നോക്കുകയാണെങ്കിൽ അടുത്ത 100 ദിവസത്തെ അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ് പല സെക്ടറുകളിലും അതിൻ്റെ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം അമേരിക്കയിലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം എന്നുള്ളൊരു തീരുമാനം കൂടി ട്രംപ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടിയേക്കാം. അങ്ങനെ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എമർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം അമേരിക്കയിൽ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ബോണ്ടുകൾക്കും അതുപോലെ തന്നെ ഡെപ്പോസിറ്റുകൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ അമേരിക്കയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഫസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലോബലി അമേരിക്ക ലീഡിങ് കൺട്രി ആയിട്ട് വീണ്ടും അമേരിക്കനെ മാറ്റുന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വോളാറ്റൈൽ ഡേയ്സ് തന്നെയാണ് അടുത്ത 100 ദിവസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Q3 റിസൾട്ടുകൾ വരാനുള്ളത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 1 യൂണിയൻ ബഡ്ജറ്റ്, ഇതാണ് നമ്മുടെ ട്രിഗേഴ്സ് ഫർദർ. തീർച്ചയായിട്ടും ഇതുവരെ വന്നിട്ടുള്ള Q3 റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ മിക്സഡ് ബാഗ് ആണ്, മെജോറിറ്റി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. എന്നിരുന്നാലും മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള പല കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ നിന്ന് കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അതോടൊപ്പം തന്നെ ഇന്നലെ IDBI ബാങ്കിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള ഡിക്സൺ ടെക്നോളജീസിൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. EPL അപ്പോളോ ട്യൂബ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. MCX ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ഒക്കെയാണ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ന് റിസൾട്ട് വരാൻ പോകുന്ന ICICI പ്രൊഡൻഷ്യൽ ഉണ്ട്, അതുപോലെ തന്നെ ടാറ്റ ടെക്നോളജീസ് ഉണ്ട്, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, സൈൻഡ് ഡി എല്ലാം, KEI ഇൻഡസ്ട്രീസ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, PNB ഹൗസിംഗ് ഒക്കെയാണ് മേജർ കമ്പനികൾ ഇന്ന് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ബഡ്ജറ്റ് എക്സ്പെക്റ്റേഷൻ നോക്കുകയാണെങ്കിൽ വേസ്റ്റ്, അതുപോലെ തന്നെ സർക്കുലർ എക്കണോമി റിലേറ്റഡ് സെക്ടറിന് ബഡ്ജറ്റിൽ സോപ്സ് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഒപ്പം ഷിപ്പിംഗ് സെക്ടർ, ഷിപ്പ് ബിൽഡിങ്ങിനൊക്കെ സോപ്സ് ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്, സെലക്റ്റീവ് ആയിട്ടുള്ള ഡിഫൻസ് കമ്പനികൾക്കൊക്കെ ധാരാളം ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു ന്യൂസ് IOCയുടെ എക്സ്പാൻഷൻ പ്ലാനുകളാണ്. സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ IOC വലിയ രീതിയിലുള്ള എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും IOCനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്.
അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇന്ത്യയിലെ PSU സ്റ്റോക്കുകളൊക്കെ ഇൻ്ററിം ഡിവിഡൻഡ് സ്പെഷ്യൽ ഡിവിഡൻഡൊക്കെ ഡിക്ലെയർ ചെയ്യാറ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ PSU ഓയിൽ കമ്പനികളും അതുപോലെ തന്നെ PSU കമ്പനികൾ റിസർവുള്ള കമ്പനികളൊക്കെ ധാരാളം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വളട്ടൈൽ സെൻറ്റിമെൻറ്റ് തന്നെയാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെയും സെല്ലേഴ്സാണ് 4336 കോടി സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4322 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ വാങ്ങുന്നു, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നു. അപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബാങ്ക് നിഫ്റ്റി ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലക്ഷന് മുമ്പുള്ള ലെവലിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഹ്യൂജ് ഷോർട്ട് പൊസിഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ ബഡ്ജറ്റിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് കവറിംഗ് ഒക്കെ ഉണ്ടാക്കിയേക്കാം. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസും കൂടിയാണിത്. ഇനി നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഇന്ന് മോർണിംഗിലും അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റിൽ തന്നെയാണ് കമോഡിറ്റികളും ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഇന്നലെ ഹോളിഡേ ആയിരുന്നു. മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റ് ഒരു ന്യൂസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ കല്യാൺ ജുവലേഴ്സിൻ്റെ പ്രൊമോട്ടേഴ്സ് പ്ലെഡ്ജിങ് നടത്തിയിട്ടുണ്ട് സ്റ്റോക്കുകൾ. കല്യാൺ ജുവലറി സ്റ്റോക്ക് ഇത് ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. കല്യാൺ ജുവലേഴ്സിനെ സംബന്ധിച്ച് പ്ലെഡ്ജിങ് ഒരു പ്രൊമോട്ടർ നടത്തുകയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പൊതുവേ മാർക്കറ്റിൽ ഇന്ന് നമ്മളൊരു കോഷ്യസ് അപ്രോച്ചാണ്. നിഫ്റ്റിയും സെൻസസും ഇന്നലെ ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വോളട്ടൈൽ ഡേയ്സ് തന്നെയാണ്. സെൻറ്റിമെൻറ്റ് ഇപ്പോഴും ഒരു വീക്ക് സെൻറ്റിമെൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ 3 റിസൾട്ടുകൾ അതുപോലെ തന്നെ ബഡ്ജറ്റൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള SME അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPOകളിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ IPO അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഷോർട്ട് ടു മീഡിയം ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓൺലി ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് മാത്രം ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.